So it is one of the devices of minority representations practicing in multi-member constituencies. അതായത് മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ് ബഹുഅംഗ നിയോജക മണ്ഡലങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ സിസ്റ്റമാണ് ഏതാ ക്യുമുലേറ്റീവ് വോട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത ദി ഇലക്ടറേറ്റ് ഹാവ് മെനി ഓട്ട്സ് വിച്ച് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ നമ്പർ ഓഫ് സീറ്റ് ടു ബി ഫിൽഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യുവൻസി. അതായത് ഈ സമ്പ്രദായം അനുസരിച്ച് ഇലക്ടറേറ്റുകൾക്ക് അല്ലെങ്കിൽ വോട്ടേഴ്സിന് എന്ത് ചെയ്യാൻ കഴിയും? They can cast many votes. ധാരാളം ഒന്നിൽ കൂടുതൽ വോട്ടുകൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് സീറ്റ്സ്. അപ്പോൾ നമ്പർ ഓഫ് സീറ്റുകൾക്ക് തുല്യമായിട്ട് ഒരു മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുമ്പോൾ എന്താ, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നിൽ കൂടുതൽ ആളുകളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ്. തിരഞ്ഞെടുക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസീസിനെയാണ് നമ്മളെന്ത് പറയുന്നത്, മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമ്പ്രദായം അനുസരിച്ച് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നിൽ കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കും. സപ്പോസ് 5 പേരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെങ്കിൽ ഈ വോട്ടേഴ്സിന് എന്ത് ചെയ്യാം, 5 വോട്ട് അവിടെ എന്ത് ചെയ്യാം, വിനിയോഗിക്കാനായിട്ട് കഴിയും. അതായത് വോട്ടേഴ്സ് ഹാവ് ദ റൈറ്റ് ടു മാർക്ക് ആൾ ഓഫ് ദെയർ വോട്ട്സ് ടു എ പർട്ടിക്കുലർ കാൻഡിഡേറ്റ്. വോട്ടേഴ്സിന് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിന് അവരുടെ വോട്ടുകൾ എന്ത് ചെയ്യാൻ കഴിയുന്നു, മാർക്ക് ചെയ്യാൻ കഴിയുന്നു. ആൻഡ് എൻഷുർ ദെയർ വിക്ടറി. ഇപ്പോൾ 5 സീറ്റുണ്ട്. 5 സീറ്റിൽ 5 സീറ്റാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കരുതുക. അപ്പോൾ ഈ കാൻഡിഡേറ്റുകൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ 5 കാൻഡിഡേറ്റ് കാണുമല്ലോ. അപ്പോൾ 5 കാൻഡിഡേറ്റുകൾക്കും നമുക്ക് വോട്ട് ചെയ്യേണ്ട, നമുക്ക് ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിന് എന്ത് ചെയ്യാം, 5 വോട്ടൊന്ന് ചെയ്യാം. അപ്പോൾ സീറ്റുകൾക്ക് തുല്യമായിട്ടുള്ള വോട്ട് രേഖപ്പെടുത്താം. 5 പേരെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 5 വോട്ടും ഒരാൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നു. സോ ദ മൈനോറിറ്റി ക്യാൻ പുട്ട് ദിയർ കാൻഡിഡേറ്റ് ടു ദി ഇലക്ഷൻ ആൻഡ് എൻഷുർ ദിയർ റെപ്രസെൻറ്റേഷൻ. ഇപ്പം എന്ത് ചെയ്യുന്നു, ഇപ്പം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, അവരുടെ കാൻഡിഡേറ്റിനെ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് കഴിയുന്നു. ചില രാജ്യങ്ങളിൽ ഈ സമ്പ്രദായം അറിയപ്പെടുന്നത് പ്ലംബിംഗ് വോട്ട് സിസ്റ്റം എന്നാണ്. പ്ലംബിംഗ് വോട്ട് സിസ്റ്റം എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. സംഭവത്തിലേ ഉള്ളൂ, എന്ത് ചെയ്യുന്ന ഒരു മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഒന്നിലധികം സ്ഥാനാർത്ഥികൾ എന്ത് ചെയ്യാൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വോട്ടേഴ്സിന് ആ സീറ്റുകൾക്ക് തുല്യമായിട്ടുള്ള വോട്ട് എന്ത് ചെയ്യാം, ഒരു കാൻഡിഡേറ്റിന് രേഖപ്പെടുത്താം. അത് അങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ട് ആ കാൻഡിഡേറ്റിന് വിക്ടറി എന്ത് ചെയ്യാൻ കഴിയുന്നു, എൻഷുർ ചെയ്യാൻ കഴിയുന്നു. ഈ സമ്പ്രദായമാണ് ഏതാ ക്യുമുലേറ്റീവ് വോട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ.